വിശദമായ വാർത്തകളിലേക്ക്. മെത്രാൻ കായലും കടമക്കുടിയിലെ വയലും നികത്താനുള്ള വിവാദ ഉത്തരവുകൾ സർക്കാർ പിൻവലിച്ചു. നിലവിലെ നിയമമനുസരിച്ച് രണ്ടിടത്തും അംഗീകരിച്ച പദ്ധതികൾ നടപ്പാക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റു ചെയ്തു എന്ന ബോധ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക അനുമതി അതും നെൽവയലിൻ്റെ കാര്യത്തിലും തണ്ണീർത്തടത്തിൻ്റെ കാര്യത്തിലും വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ട് വ്യവസ്ഥയ്ക്കും വിധേയമായി എന്ന് പറഞ്ഞാൽ ഇതിനെ വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഏതെങ്കിലും ഒരു നടപടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ. എങ്കിലും ഇങ്ങനൊരു വിവാദമൊക്കെ വന്നു. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എതിർപ്പുണ്ടോ? ഇതാ മാറ്റിയിരിക്കുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിവാദ ഉത്തരവുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. മെത്രാൻ കായലിൽ 378 ഏക്കറും കടമക്കുടിയിൽ 47 ഏക്കറും നികത്തി ടൂറിസം പദ്ധതിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുമാണ് സർക്കാർ അംഗീകാരം നൽകിയിരുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇക്കാര്യം കണക്കിലെടുക്കാതെ നിലം നികത്താൻ മന്ത്രിസഭ എന്തിന് അംഗീകാരം നൽകിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. റക്കിൻഡോ ഡെവലപ്പേഴ്സ് ലിമിറ്റഡിന് നിലം നികത്താൻ അനുമതി നൽകിയത് വൻ വിവാദമാവുകയും തൽസി തുടരാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തത് സർക്കാരിന് വൻ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൊള്ളസംഘമായി മാറിയതായി പിണറായി വിജയൻ. പോകുന്ന പോക്കിന് എല്ലാ വഴിയിലൂടെയും കിട്ടാവുന്നതെല്ലാം നേടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പിണറായി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന പോക്കിൽ സംസ്ഥാനത്ത് കായലും ഭൂമിയും കാടുമൊക്കെ ഇഷ്ടക്കാർക്കും മതസാമുദായിക സംഘടനകൾക്കും തീരെഴുതി നൽകുകയാണെന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചു. ഉത്തരവ് പിൻവലിച്ചത് ഉചിതമായ തീരുമാനമെന്ന് VM സുധീരൻ. വിവാദമായ തീരുമാനം എടുക്കാതെ UDF-നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും സുധീരൻ പറഞ്ഞു. തങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു കൊള്ളസംഘമായി മാറിയ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായാണ് എല്ലാ വഴിയിലും കൂടെ കിട്ടാവുന്നതെല്ലാം സമ്പാദിക്കുക എന്ന നിലപാട് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോടതിക്ക് പോലും ഇതിലിടപെടേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തോട് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കണം. ഇനി ഒരിക്കലും കേരളത്തെ കൊള്ളയടിക്കാൻ അവസരം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ഉമ്മൻചാണ്ടിയും കൂട്ടരും അവസാനത്തെ പോക്കിൽ കടും വെട്ടുവെട്ടുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കണ്ണായ പല പ്രദേശങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകി കേരളത്തിൻ്റെ തല തന്നെ വെട്ടി ഇരിക്കുന്നത്. ഇവിടെയാകട്ടെ സമ്പന്നന്മാരും വലിയ ആസ്തിയുള്ളവരുമായ ആളുകൾക്കും സംഘടനകൾക്കുമാണ് ഭൂമി അനധികൃതമായി നൽകിയിരിക്കുന്നത്. പിൻവലിക്കാനുള്ള ആ ഒരു നടപടി ഏറ്റവും ഉചിതമായി ഏത് തീരുമാനമെടുക്കുമ്പോഴും അത് കുറേ കൂടി ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വിവാദപരമായ തലങ്ങളിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായി ഗവൺമെൻറ് ശ്രദ്ധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ വരരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ KPCC ഇടപെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് SNDPക്ക് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ സർക്കാർ ഭൂമി സൗജന്യമായി പതിച്ചു നൽകി. ക്രിസ്ത്യൻ സഭകൾക്കും NSSനും ഉൾപ്പെടെ 18 ഏക്കർ 58 സെന്റാണ് പതിച്ചു നൽകിയത്. ഭൂമി പതിച്ചു കൊടുത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറക്കിയ ഉത്തരവുകളുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. SNDPയോടും വെള്ളാപ്പള്ളിയോടും ഒരു തെരഞ്ഞെടുപ്പ് ധാരണയുമില്ലെന്നാണ് KPCCയുടെ പരസ്യ നിലപാട്. എന്നാൽ വസ്തുതകൾ അങ്ങനെയല്ല. കോന്നിയിൽ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ 2 SNDP ശാഖകൾക്കായി 1 ഏക്കറിലധികം ഭൂമി കഴിഞ്ഞ വെള്ളിയാഴ്ച പതിച്ചു നൽകി. 1421 നമ്പർ ശാഖയ്ക്ക് 1 ഏക്കർ 1 സെന്റും 1182 നമ്പർ ശാഖയ്ക്ക് 4.5 സെന്റും സർക്കാർ ഭൂമിയാണ് സൗജന്യമായി പതിച്ചു നൽകിയത്. മറ്റ് സമുദായ സംഘടനകൾക്കും വ്യാപകമായി ഭൂമി പതിച്ചു നൽകി. കറുമ്പുങ്കര NSS കരയോഗത്തിന് 9.5 സെന്റ്, കത്തോലിക്ക സഭ പത്തനംതിട്ട ഭദ്രാസനത്തിന് തണ്ണിത്തോട് വില്ലേജിൽ 4 ഏക്കർ 10 സെന്റ്, തണ്ണിത്തോട് സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് പള്ളിക്ക് 3 ഏക്കർ 17 സെന്റ്, കരിമാൻതോട് മലങ്കര കത്തോലിക്ക പള്ളിക്ക് 1 ഏക്കർ,
മണ്ണീര മലങ്കര കത്തോലിക്ക പള്ളിക്ക് 1 ഏക്കർ, സെന്റ് തോമസ് സ്കൂളിന് 26 സെന്റ്, ഇങ്ങനെ നീളുന്നു സമുദായ സംഘടനകൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ പട്ടിക. ഭൂപതിവ് ചട്ടങ്ങളിലെ 24-ാം ചട്ടം നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂമി നൽകിയതെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച റവന്യൂ വകുപ്പിനു വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയാണ് ഉത്തരവിറക്കിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൈക്കം പുഞ്ചപ്പാടം പതിച്ചു നൽകിയത് മുഖ്യമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവിന്. വൈക്കത്ത് 150 ഏക്കർ പുഞ്ചപ്പാടമാണ് ഇങ്ങനെ കൈമാറിയത്. പുഞ്ചപ്പാടത്ത് CPI പ്രവർത്തകർ കൊടിനാട്ടി. തിരിച്ചടി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി രാജ്യസഭ വോട്ടിനിട്ട് പാസാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച പ്രധാനമന്ത്രി നടത്തിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ ഭേദഗതി പാസായത്. JNU രോഹിത് വിമുല വിഷയങ്ങളിൽ മറുപടി പറയാതെ നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതും രാജ്യസഭയിൽ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിബന്ധനകൾ കൊണ്ടുവന്ന ഹരിയാന, രാജസ്ഥാൻ സർക്കാരുകളുടെ നടപടി ശരിയല്ലെന്ന പരാമർശം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ഭേദഗതി. കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തെങ്കിലും ഭേദഗതി വോട്ടിനിട്ടു. സഭയിലുണ്ടായിരുന്ന 185 അംഗങ്ങളിൽ 94 പേർ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 61 വോട്ടുകൾ മാത്രമാണ് എതിർത്തുകൊണ്ട് ലഭിച്ചത്. ഇത് 2ാം തവണയാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി രാജ്യസഭ വോട്ടിനിട്ട് അംഗീകരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞ് പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഭേദഗതി പാസ്സായതും. പ്രസംഗത്തിൽ JNU രോഹിത് വിമുല വിഷയങ്ങളിൽ മോദി മൗനം പാലിച്ചു. ഇക്കാര്യങ്ങളിൽ മോദി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാർ പദ്ധതികളെക്കുറിച്ച് മാത്രം പറയുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത്. ഇതും രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ വിവാദത്തിൽ. സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണെന്ന പ്രധാനമന്ത്രിയുടെ പഴയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് മറുപടി പറയാനാകാതെ BJP നേതൃത്വം പ്രതിസന്ധിയിലായത്. സൈനികരെ ഉദാഹരിച്ച് ദേശീയതാ പ്രസംഗം നടത്താൻ BJPക്കാർക്ക് അർഹതയില്ല എന്നാണ് മോദിയുടെ പഴയ പ്രസംഗം ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന വിമർശനം. സൈനികരെ അപമാനിച്ച മോദി മാപ്പ് പറയണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 2014 ഫെബ്രുവരിയിൽ ദില്ലിയിൽ വ്യാപാരി സംഘടനയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരിഞ്ഞുകൊത്തുന്നത്. അന്ന് വ്യാപാരികളെ അകമഴിഞ്ഞ് പ്രശംസിച്ച മോദി സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണ് എന്ന് പ്രസംഗിച്ചു. सेना में एक जवान जितना साहस करने का ताकत रखता है ना, उससे ज्यादा साहस करने का ताकत व्यापारी रखता है. सेना में एक जवान जितना साहस करने का ताकत रखता है ना, उससे ज्यादा साहस करने का ताकत व्यापारी रखता है. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയത സജീവ ചർച്ചയായ സാഹചര്യത്തിലാണ് മോഡിയുടെ പഴയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ദേശീയതയെപ്പറ്റിയുള്ള പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും BJP നേതാക്കൾ സൈനികരെ ഉദാഹരിക്കുന്നതാണ് മോഡിയുടെ പഴയ പ്രസംഗം ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മോഡിയുടെ പ്രസംഗം സൈനികരെ അപമാനിക്കുന്നതാണെന്നും മോഡി മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. യമുന തീരത്ത് ഉപാധികളോടെ ആർട്ട് ഓഫ് ലിവിംഗ് നടത്താൻ ഹരിത ട്രിബ്യൂണൽ ഉത്തരവ്. പരിസ്ഥിതി നശിപ്പിച്ചതിന് സംഘാടകർ 5 കോടി പിഴ നൽകണം. മറ്റു വാർത്തയിലേക്ക്. മദ്യരാജാവ് വിജയ് മല്യ രാജ്യം വിട്ടെന്ന് AG സുപ്രീം കോടതിയെ അറിയിച്ചു. CBIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ് സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിച്ചത്. വായ്പാ കുടിശ്ശിക വരുത്തിയ വിജയ് മല്യയെ രാജ്യം വിടാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് വിവിധ ബാങ്കുകൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് LDFൽ ധാരണ. ഒഴിവ് വരുന്ന സീറ്റിൽ CPIM മത്സരിക്കും. CPI നേതാക്കൾ ഇന്ന് AKG സെന്ററിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായതെന്ന് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് K സോമപ്രസാദാണ് LDFന്റെ സ്ഥാനാർത്ഥി. CPI CPM ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞു. രാജ്യസഭയിലേക്ക് CPIM മത്സരിക്കും. അതിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളൊക്കെ വരുന്നതേ ഉള്ളൂ. അതൊക്കെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു കഴിയുമ്പോൾ അത് സംബന്ധിച്ച് പറയാം. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ ധാരണയിൽ ഞങ്ങളെത്തി. ഫ്രാൻസിസ് ജോർജ് ചെയർമാനായി പുതിയ കേരള കോൺഗ്രസ് നിലവിൽ വന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. പാർട്ടി രൂപീകരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ പ്രമുഖരടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. മുൻ MPമാരും MLAമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും പോഷക സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ വലിയൊരു നേതൃനിര മാതൃസംഘടന വിട്ട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയിരുന്നു. യോഗം ആരംഭിക്കുന്നതിനും ഏറെ മുൻപേ YMCA ഹാൾ നിറഞ്ഞു കവിഞ്ഞു. പുതിയ പാർട്ടിയുടെ ചെയർമാനായി ഫ്രാൻസിസ് ജോർജിനെ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേര് കൺവെൻഷൻ അംഗീകരിച്ചു. 326 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഈ മാസം 16-ന് കോട്ടയം മാമൻമാപ്പിള ഹാളിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചേരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനവികാരം UDFനെതിരാണ്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനവികാരം ഇന്ന് UDFനെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കാൻ പോകുന്നില്ല.
ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ജനങ്ങൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പം അതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ വലിയ പ്രതിഷേധവും അവമതിപ്പും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ കെ.സി. ജോസഫ്, ആന്റണി രാജു, പി.സി. ജോസഫ്, മാത്യു സ്റ്റീഫൻ, വക്കച്ചൻ മറ്റത്തിൽ തുടങ്ങി മാണി ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന ഒട്ടേറെ പ്രമുഖർ പുതിയ പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. ഈ മാസം 11 മുതൽ 14 വരെ 14 ജില്ലകളിലും ജില്ലാ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ജില്ലാ ഘടകങ്ങൾ രൂപീകരിക്കും. സാലി മുഹമ്മദ്, കൊച്ചി. പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഇരിങ്ങാലക്കുട ലീസിംഗ് കമ്പനിയുടെ 4 പുതിയ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറുക്കഞ്ചേരിയിലും തൃശൂർ ശക്തൻ നഗറിലും ആരംഭിച്ച ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. പഴയന്നൂരിലെ ബ്രാഞ്ച് കെ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരവും ICL ബ്രാൻഡ് അംബാസിഡറുമായ മുകേഷ് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. പെരുമ്പ്ലാവിൽ ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുകേഷ് നിർവഹിച്ചു. സരിത എസ് നായർ തനിക്കെതിരെ സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴി കള്ളമാണെന്ന് കോൺഗ്രസ് നേതാവ് ടി സിദ്ദീഖ്. സരിതയുമായി നേരിട്ടോ ഫോൺ വഴിയോ സംസാരിച്ചിട്ടില്ലെന്ന് സിദ്ദീഖ് കമ്മീഷനിൽ മൊഴി നൽകി. കമ്മീഷനെ അധിക്ഷേപിച്ചതിൽ UDF കൺവീനർ PP തങ്കച്ചൻ ഖേദം പ്രകടിപ്പിച്ച് സത്യവാങ്മൂലവും സമർപ്പിച്ചു. സിദ്ദീഖുമായി നേരിൽ കണ്ടും ഫോൺ മുഖാന്തരവും സംസാരിച്ചിട്ടുണ്ടെന്ന് സരിത എസ് നായർ കഴിഞ്ഞ മാസം 5-ന് സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയിരുന്നു. 2013 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി 9 തവണ വിളിച്ചതായുള്ള ഫോൺ രേഖകളും കമ്മീഷനിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ സരിതയുമായി ഒരു ബന്ധവുമില്ലെന്നും സംസാരിച്ചിട്ടില്ല എന്നുമാണ് KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് കമ്മീഷനിൽ മൊഴി നൽകിയത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കൂടെയുള്ളവരുടെ അടുത്താണ് മൊബൈൽ ഫോൺ ഏൽപ്പിക്കാറുള്ളത്. ആ വേളയിലാകും സരിത വിളിച്ചതെന്നും എന്നാൽ ഒരു തവണ പോലും തിരിച്ചു വിളിച്ചിട്ടില്ലെന്നും സിദ്ദീഖ് ജസ്റ്റിസ് ശിവരാജൻ മുമ്പാകെ മൊഴി നൽകി. കമ്മീഷൻ വിളിപ്പിക്കുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാതിരുന്നത് തനിക്ക് സോളാർ തട്ടിപ്പ് കേസിൽ പങ്കില്ലാത്തതിനാലാണ് എന്നും കമ്മീഷൻ തന്റെ അര ദിവസം നഷ്ടപ്പെടുത്തിയെന്നും സിദ്ദീഖ് പ്രതികരിച്ചു. അവരെ നേരിട്ട് കണ്ടിട്ടില്ല, അവരെ അറിയില്ല. അവരെ ഇതുമായി ബന്ധപ്പെട്ട സ്കാം പുറത്തു വന്നതിന് ശേഷമാണ് അവരെ മനസ്സിലാക്കുന്നതും അറിയുന്നതും ഈ വിഷയത്തെക്കുറിച്ച് പോലും അറിയുന്നതും. എൻ്റെ അര ദിവസം അങ്ങ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ അര ദിവസം ഞാൻ ഈ കമ്മീഷനെ ബഹുമാനിക്കുന്നതുകൊണ്ടും പിന്നെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നതുകൊണ്ടും ഈ കമ്മീഷനിൽ വരണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ അര ദിവസം പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോളാർ കമ്മീഷനെ അധിക്ഷേപിച്ചതിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് UDF കൺവീനർ PP തങ്കച്ചൻ അഭിഭാഷകന് മുഖേന സത്യവാങ്മൂലം നൽകി. തങ്കച്ചൻ നടത്തിയ വിവാദ പരാമർശത്തിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം 11-ന് സമർപ്പിക്കും. ഇതിനോടൊപ്പമാകും തങ്കച്ചന്റെ സത്യവാങ്മൂലവും കമ്മീഷൻ പരിഗണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.